ഞാനിപ്പം നിങ്ങളോട് മദേഴ്സ് ഡേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും അറിയാമായിരിക്കും, അല്ലെങ്കിൽ ആ മാസമെങ്കിലും അറിയാമായിരിക്കും. പക്ഷേ ഫാദേഴ്സ് ഡേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി പേർക്കും അറിയത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. എല്ലാവരും മദേഴ്സ് ഡേ നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്യും. പക്ഷേ ഫാദേഴ്സ് ഡേ വരുമ്പം എല്ലാവരും മറക്കും. ഇനി ഞാൻ മറക്കുന്നവർക്ക് വേണ്ടി ഈ കൊല്ലത്തെ ഫാദേഴ്സ് ഡേ ഈ ജൂൺ 21 അതായത് ഈ സൺഡേ. നമ്മൾ ഈ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ല എന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. അപ്പൻ്റെ വില അറിയണമെങ്കിൽ അപ്പനില്ലാതാകണം. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരപ്പൻ ചെറുപ്പത്തിലെ മരിച്ചു പോയാലോട് ചോദിക്കണം. കാരണം അവർ പറയും ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അവരെത്ര പ്രാവശ്യം അവരുടെ അപ്പനെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ പലരും ഇങ്ങനെ ഒരു നോഷനുണ്ട്, അതായത് ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പോയവരൊക്കെ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ അവർ അതുമായിട്ട് യൂസ്ഡ് ആവുന്നു. പക്ഷേ അവർ വലുതായി അവർക്ക് കൊച്ചുണ്ടായപ്പോലും അവരവരുടെ അപ്പനെ മിസ് ചെയ്യും. അത് മാത്രമല്ല, ഇങ്ങനെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു പോയവർക്ക് ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അവരെപ്പോഴും അവരുടെ ലൈഫിൽ ഒരു ഫാദർ ഫിഗർ തപ്പി നടക്കും. അത് ചിലപ്പോൾ അവർ ലൈഫിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പം അവരുടെ അമ്മയുടെ ആങ്ങളയായിരിക്കാം, ചിലപ്പം അവരുടെ ഒരു ബന്ധുവായിരിക്കും, ഒരു അങ്കിളായിരിക്കാം, ചിലപ്പം അമ്മയുടെ പെങ്ങന്മാരുടെ ഭർത്താക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ അപ്പൻ്റെ ചേട്ടന്മാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കെട്ടിച്ചെല്ലുന്ന വീട്ടിലെ ഇപ്പം ആണിൻ്റെ ആളെ പെണ്ണിൻ്റെ ആളെ അവിടുത്തെ അമ്മായിപ്പനായിരിക്കാം. അപ്പം ഇവരിലെല്ലാം നമ്മളൊരു ഫാദർ ഫിഗർ തപ്പി നടക്കും, കാരണം നമുക്കത് ചെറുപ്പത്തിൽ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സാഡ് ഫാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ വൺ ക്യാൻ റീപ്ലേസ് യുവർ ആക്ച്വൽ ഓർ റിയൽ ഡാഡ്. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റയാണ്, അത് നമ്മുടെ അപ്പനാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഫോൺ എടുക്കാൻ നിങ്ങളുടെ അപ്പനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിള്ളേരുള്ളവരാണെങ്കിൽ ആ പിള്ളേർക്ക് വെല്ലിപ്പ അല്ലെങ്കിൽ വെല്ലിച്ചാന്ന് വിളിക്കാൻ ഒരപ്പനുണ്ടെങ്കിൽ ഐ എം ജെലസ് ഓഫ് യു. അതുകൊണ്ട് ആ ഫോണൊന്ന് എടുത്തിട്ട്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അപ്പൻ്റെ കൂടെ ഇരുന്ന് എന്തൊക്കെയുണ്ട് വിശേഷം, ഇന്ന് എന്നായിരുന്നു പരിപാടി, എല്ലാം ഓക്കെ അല്ലേ, അത് കഴിഞ്ഞൊന്ന് താങ്ക് യു ചെയ്യും. ജസ്റ്റ് താങ്ക് യു. ചിലപ്പോൾ നിങ്ങളുടെ ഡാഡ് അല്ലെങ്കിൽ അപ്പൻ ഒത്തിരി കാശ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പം ഒത്തിരി സമ്പാദ്യങ്ങളൊന്നുമില്ല, ചിലപ്പം കള്ളുകൂടിയനായിരിക്കാം, ചിലപ്പം ഭയങ്കര റൂഡായിരിക്കാം. ബട്ട് ജസ്റ്റ് താങ്ക് ഹിം ഫോർ ബീയിങ് ഇൻ യുവർ ലൈഫ്. ലൈക്ക് ഐ സെഡ്, അപ്പൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ യു ഷുഡ് ആസ്ക് സമൺ ഹു ലോസ്റ്റ് ഹിസ് ഡാഡ് വെൻ ഹി വാസ് റിയലി യങ്. സോ ടേക്ക് ഇറ്റ് ഫ്രം മീ. എനിക്കറിയാം ഞാനിപ്പോൾ പറയുന്ന പല കാര്യങ്ങളും പല ആൾക്കാർക്കും സെൻസ് ഉണ്ടാകത്തില്ല, ബട്ട് ഇറ്റ് വിൽ വൺ ഡേ. സോ അപ്പനെ വിഷയം മറക്കരുത്. ഹാപ്പി ഫാദേഴ്സ് ഡേ.